നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്യുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ അല്പം മാറ്റം വന്നിട്ടുണ്ട്. അത് എല്ലാവർക്കും തന്നെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു അറിയിപ്പ് കൂടിയാണ്. നിലവിൽ തീയതി മാറ്റം ഉൾപ്പെടെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ സമയത്ത് വരുന്നത്. പെൻഷൻ ആനുകൂല്യം മാർച്ച് മാസത്തെ 25-ാം തീയതിക്ക് ശേഷവും അതുകൂടാതെ ഏപ്രിൽ മാസത്തെ ധനസഹായം ഈസ്റ്റർ വിഷു പ്രമാണിച്ച് ഒരു ഗഡു നേരത്തെയും വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ഇത് രണ്ട് രീതിയിൽ വിതരണം ചെയ്യുന്നതിനുള്ള കാര്യങ്ങളാണ് ആദ്യം ആലോചിച്ചിരുന്നത്. എന്നാൽ അത് മാറ്റുകയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആയിട്ടുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകളുണ്ട്. അപ്പോൾ പെൻഷൻ വിതരണത്തിൽ പുതിയൊരു അറിയിപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ തുക ഒരുമിച്ചായിരിക്കും ലഭിക്കുക. ഒരുമിച്ചെന്ന് പറഞ്ഞാൽ 2000 രൂപയുടെ രണ്ട് ഗഡുക്കൾ തന്നെയായിരിക്കും. എങ്കിലും ഈ വിതരണം മാർച്ച് മാസം 31-ാം തീയതിയോടെ മാത്രമേ നമ്മളുടെ സംസ്ഥാനത്ത് ആരംഭിക്കുകയുള്ളൂ എന്നൊരു സൂചനയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നൽകിയിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉൾപ്പെടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. നിലവിൽ പെൻഷൻ തുക രണ്ട് ഗഡുക്കളും ഒരുമിച്ച് നൽകുന്നതിലൂടെ ഒരു ഇരട്ടി ആനുകൂല്യം എന്ന രീതിയിലേക്കാണ് സർക്കാർ ഇവിടെ ഉദ്ദേശിക്കുന്നത്. മാർച്ച് മാസം 25, അതായത് ഇന്നൊക്കെ വിതരണം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അടുത്തയാഴ്ച വീണ്ടും തുക വിതരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുമാത്രമല്ല, കൈകളിൽ തുക വാങ്ങുന്നവർക്കാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. കാരണം സഹകരണ ബാങ്കിൽ നിന്ന് കൃത്യമായിട്ട് തുകയൊക്കെ എത്തിച്ചേർന്ന് കഴിഞ്ഞ് വിതരണം ചെയ്യുമ്പോൾ 2 ആഴ്ചത്തോളം ഈ രീതിയിൽ അടുപ്പിച്ച് ഉദ്യോഗസ്ഥർക്ക് പോകേണ്ടതായിട്ട് വരുന്ന സാഹചര്യം, അല്ലെങ്കിൽ തുക ഹോൾഡ് ചെയ്ത ശേഷം പിന്നീട് ഒരുമിച്ച് വിതരണം ചെയ്യണം. അപ്പോൾ ആ രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതായത് മൊത്തത്തിൽ എല്ലാവർക്കും ഈ മാർച്ച് മാസം 31-ാം തീയതിയോടെ വിതരണം ചെയ്യുന്നതിന് രണ്ട് ഗഡുക്കളും ഒരുമിച്ച് വിതരണം ചെയ്യുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ മാർച്ച് ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം ഒരുമിച്ചായിരിക്കും ലഭിക്കുക എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ബാങ്ക് അക്കൗണ്ടിൽ 2 ഗഡുക്കളായിട്ട് 2000-ന്റെ 2 ഗഡുക്കളായിട്ട് തുക ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഇതിനുവേണ്ടി നമ്മൾ മറ്റ് നടപടിക്രമങ്ങളൊന്നും പൂർത്തിയാക്കേണ്ടതില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. മസ്റ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ, ലൈഫ് സർട്ടിഫിക്കറ്റ് ചിലർ സമർപ്പിക്കാനുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇനി നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ബന്ധപ്പെട്ട സാക്ഷ്യപത്രങ്ങളും മറ്റ് അനുബന്ധ കാര്യങ്ങളെല്ലാം തന്നെ നമ്മളുടെ ഭാഗത്തുനിന്ന് പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിതരണം ചെയ്യുന്ന തുകയിൽ തടസ്സങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. പെൻഷൻ വാങ്ങുന്നവരെല്ലാം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുമാണ്. ഇനി കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം 8.5 ലക്ഷം പേർക്കാണ് 200 രൂപ മുതൽ 500 രൂപ വരെ ലഭിക്കുന്നത്. അപ്പോൾ ആ വിതരണത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ ഉൾപ്പെടെ കൃത്യമായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമുക്ക് ആദ്യഘട്ടത്തിൽ 1700 ലഭിച്ചുള്ളൂ, അല്ലെങ്കിൽ 1500 ലഭിച്ചുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ബാക്കി ശേഷിക്കുന്ന തുക കൂടി കൃത്യമായിട്ട് നമ്മളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. അതിനും വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ഇപ്പോൾ തന്നെ സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ പക്കലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഫണ്ടും കൃത്യമായിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാരാണ് വിതരണം ചെയ്യേണ്ടത്. അത് നമ്മുടെ ആധാറുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ക്ഷേമ പെൻഷൻ, സാമൂഹിക സുരക്ഷ, ക്ഷേമനിധി ബോർഡ് പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളാണ് നൽകിയിട്ടുള്ളത്. ഇതിൽ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് 6 മാസത്തിന് മുകളിൽ കുടിശ്ശിക അക്കൗണ്ടിലേക്ക് ലഭിക്കുമെന്നൊക്കെയാണ് അറിയിപ്പ് വന്നിട്ടുള്ളത്. 9600 രൂപയോളം ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന രീതിയിലൊക്കെ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ബാക്കി തുക കൂടി വളരെ വൈകാതെ ലഭിക്കുമെന്നുള്ള സൂചനകളും വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം തന്നെ സർക്കാർ ഈ തിരഞ്ഞെടുപ്പിനൊക്കെ മുൻപ് തന്നെ ക്രമീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് തടസ്സമില്ലാതെ ആനുകൂല്യം അക്കൗണ്ടിലേക്ക് ലഭിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരിലേക്കും എത്തിക്കുക. ഇതുപോലെ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.